अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानाम् एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसंभावितललाटकं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहरा। भूतनाद सदानंद सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्ते कुसुमितसमये सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गं सुरवरगणिकामोहनाभङ्गमूर्तिम् सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगदवनमालोरुहाराभिरामं श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्रीकृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद। मोक्षाब्धिसारमय भागवताख्य दग्नो नारायणीय नवनीतमहो गृहीत्वा मायामयौगपरितप्तजनाय योदाद् नारायणावनिसुराय नमोऽस्तु तस्मै। गंगा गीता च गायत्र्यपि च तुलसिका गोपिका चन्दनं तत् शालग्रामाभिपूजा परपुरुष तथैकादशी नाम वर्णाः
ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദപ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ പഠന പരമ്പര 59-ാം എപ്പിസോഡാകൊണ്ടെന്ന് ഏവർക്കും സുസ്വാഗതം. ദശകം 20 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഋഷഭയോഗീശ്വര ചരിതം അവസാന ഭാഗത്താണ്. നമുക്ക് വായിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീദ്രരാജാദുദിതോ ഹിനാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമാ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. നാഭിപ്രിയായാമദമേരുദേവ്യാം ത്വമംശതോ ഭൂഃ ഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജന പ്രമോദഃ ത്വയി ത്രിലോകീവൃതി രാജ്യഭാരം നിദായനാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. ഇന്ദ്രസ്ത്വദുൽകർഷകൃതാദമർഷാദ് വവർഷനാസ്മിൻ അജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യതധാ സുവർഷം. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അദോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. നവാഭവൻ യോഗിവരാവനവാന്യേ ത്വപാലയൻ ഭാരതവർഷഗണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാഃ തപോബലാദ് ഭൂസുരഭൂയമീയുഃ. ഉക്ത്വാ സുതേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം
സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം പരാത്മഭൂതോപി പരോപദേശം കുറുവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാബിലിനഃ ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗഃ കുടകാചലേ ത്വം താപാന്മമാപാകുറുവാദനാദ ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരൻ ആപ്യപരം സ്വരൂപം ദവാഹൃദാംഗഃ കുടകാചലേ ത്വം താപാന്മമാപാകുറുവാദനാദ താപാന്മമാപാകുറുവാദനാദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. അപ്പൊ പ്രിയവ്രതന്റെ പൗത്രനായ നാഭിയുടെ പുത്രനായി ഭഗവാൻ അംശം കൊണ്ട് ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചതും ആ ഋഷഭന്റെ ചരിത്രവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ലോകങ്ങളും ഭരിക്കാൻ ശക്തനായിട്ടുള്ള ഭഗവാനിൽ അച്ഛനായ നാഭി രാജ്യഭാരം ഏൽപ്പിച്ച് മേരുദേവിയായ ഭാര്യയോടുകൂടെ തപോവനത്തിൽ പോയി ഭഗവാനെ സേവിച്ച് സച്ചിദാനന്ദ പദത്തെ പ്രാപിച്ചു എന്ന് നാഭി ചരിത്രം 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം 5-ാം ശ്ലോകം മുതൽക്ക് ഋഷഭന്റെ ചരിത്രം തുടർന്നു. ഇന്ദ്രൻ ഋഷഭദേവനുമായിട്ട് മത്സരിച്ചുകൊണ്ട് അജനാഭം എന്ന് പറഞ്ഞതായിട്ടുള്ള ഭാരതവർഷത്തിൽ മഴ പെയ്തില്ല. അപ്പോൾ ഋഷഭദേവൻ സ്വന്തം യോഗശക്തി കൊണ്ട് സ്വവർഷമായ അജനാഭ വർഷത്തിൽ സുവർഷം വ്യദദാഹ, യഥേഷ്ടം ആവശ്യത്തിനുള്ളതായിട്ടുള്ള മഴയെ ചെയ്തു. അത് കണ്ട് ഇന്ദ്രൻ ഭയപ്പെട്ടു. തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു. ഉടനെ തന്നെ ആ ഋഷഭദേവനെ തൻ്റെ ബന്ധുവാക്കാൻ വേണ്ടി മകളായ ജയന്തിയുമായി വന്നു. അങ്ങനെ ആ ജയന്തിയെ ഋഷഭദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ആ ജയന്തിയിൽ ഋഷഭദേവൻ 100 മക്കളെ ജനിപ്പിച്ചു. അവരിൽ മൂത്തപുത്രനായ ഭരതൻ, ശ്രേഷ്ഠനായ ഭരതൻ രാജാവായി അല്ലെങ്കിൽ ചക്രവർത്തിയായി. ആ ഋഷഭദേവന്റെ 100 മക്കളിൽ 9 പേർ യോഗിവര്യന്മാരായി നവയോഗികൾ എന്ന് അറിയപ്പെട്ടു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇങ്ങനെ 9 പേര്. ഇവരുടെ കഥ 11-ാം സ്കന്ധത്തിൽ പറയാം എന്നാണ് ഇവിടെ സുഖബ്രഹ്മർഷി പറയും. ഉപരിഷ്ടാത് വക്ഷ്യാമ, പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര് മാത്രം പറഞ്ഞ് നിർത്തും. അപ്പൊ നവയോഗികളുടെ കഥ പിന്നീട് വസുദേവ നാരദ സംവാദ രൂപത്തിൽ നിമി നവയോഗി സംവാദം എന്ന സംവാദത്തെ പറയുമ്പോൾ ആ നവയോഗികളുടെ മഹിമയെ അവിടെ പറയും. അത് കഴിഞ്ഞ് ബാക്കി ഭരതനും നവയോഗികളും കഴിഞ്ഞപ്പോൾ 90 മക്കളിൽ 9 പേർ ക്ഷത്രിയന്മാരായി ഭരതന്റെ കീഴിൽ ഈ അജനാഭ വർഷത്തെ ഭാരതവർഷമാക്കി 9 ഉപഖണ്ഡങ്ങളാക്കി തീർത്ത് അതിൻ്റെയൊക്കെ അധിപന്മാരാക്കി ഭരതനോട് കൂറുള്ളവരാക്കി ചെയ്തു. ബാക്കി 81 പേർ ശേഷപുത്രാഹ ഏകാ അശീതി,
81 പേര് തപോബലാത് ഭൂസുരഭൂയം ഇയുഹു. അവരുടെ തപോബലം കൊണ്ട് അവര് ഭൂസുരഭാവത്തെ പ്രാപിച്ചു. അവര് ബ്രാഹ്മണരായി ഭവിച്ചു. യജ്ഞകർത്താക്കളായ പുരോഹിതന്മാരായ ബ്രാഹ്മണധർമ്മത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരച്ഛനായ ഋഷഭൻ എന്ന ഒരു ക്ഷത്രിയന്റെ പുത്രന്മാർ 81 പേർ ബ്രാഹ്മണരായി തീർന്ന കഥയാണ് ഇവിടെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. വർണ്ണാശ്രമധർമ്മത്തിന്റെ ആ മഹത്വം. വർണ്ണാശ്രമധർമ്മം എന്നാൽ ഇതാണ്. അല്ലാതെ ഒരച്ഛന് ജനിച്ച മക്കളൊക്കെ ഒരു ജാതി അല്ല. എല്ലാവരും ഒരു ജാതിയാണ്. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു ജാതിയാണ്, മനുഷ്യജാതി. ഒരു ജാതിയേ ഉള്ളൂ, എല്ലാവരും മനുഷ്യജാതി. മറ്റു ജാതികൾ പശുജാതി, സിംഹജാതി, കടുവജാതി, ആനജാതി, പൂച്ചജാതി, പട്ടിജാതി, കഴുത, കുതിര ജാതികൾ, വൃക്ഷജാതി, പക്ഷിജാതി, മത്സ്യജാതി. അത് ജന്മനാ തിരിച്ചറിയുന്നതിനാണ് ജാതി എന്ന് പറയുക. ജന്മം കൊണ്ട് ഒരു ജീവജാലത്തെ പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അതിനെയാണ് ജാതി എന്ന് പറയുക. ജന്മന ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന് പറയും പോലെ ജാതിയിലുള്ളതാണ് ജാതി. അപ്പൊ ജാതിയിൽ എല്ലാവരും ഒരേ മനുഷ്യ ആകൃതിയാണ്. 2 കണ്ണ്, 1 മൂക്കിൽ 2 ദ്വാരം, 2 ചെവി, 1 വായ. വായക്കകത്ത് തന്നെയാണ് പല്ല്, പുറത്തൊന്നുമല്ല ആർക്കും. കണ്ണെല്ലാവർക്കും മുഖത്ത് തന്നെയാണ്, കയ്യിലും കാലിലും ഒന്നുമല്ല. ഇപ്പൊ 2 കൈകൾ, അതിൽ 5 വിരലുകൾ തന്നെയാണ്. 2 കാലുകൾ, അത് താഴോട്ട് തന്നെയാണ്, മുകളിലോട്ടല്ല. എല്ലാവരെയും കണ്ടാൽ തിരിച്ചറിയുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായിട്ടാണ്. മനുഷ്യരെയും പട്ടിയെയും പൂച്ചയെയും കഴുതയെയും കണ്ടാൽ തിരിച്ചറിയും. അതിനെയാണ് ജാതി എന്ന് പറയുന്നത്. യഥാർത്ഥ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയേ ഉള്ളൂ, ഒരു ജാതി. അതിനെക്കുറിച്ച് അറിയുന്നവരാണ് ഒരു ജാതി എന്ന് എടുത്തു പറയുന്നത്. മനുഷ്യൻ എന്നാൽ ഒരു ജാതിയേ ഉള്ളൂ. വർണ്ണം എന്ന് പറയുന്നത് അവൻ സ്വീകരിക്കുന്ന ജീവിത മാർഗത്തെയാണ്. വൃണീതേ ഇതി വർണ്ണഃ, വരിക്കുന്നത് വർണ്ണം. തെരഞ്ഞെടുക്കുന്ന ജീവിത രീതിയെ വർണ്ണം എന്ന് പറയുന്നു. അല്ലാതെ അവന്റെ ശരീരത്തിന്റെ നിറമല്ല അത്. ശരീര നിറം അത് മാറി മാറി വരും. അത് ഏത് കാലാവസ്ഥയിൽ ജീവിക്കുന്നുവോ അതിനനുസരിച്ചും, ഏത് അച്ഛൻ്റെയും അമ്മയുടെയും ജീൻസിൽ നിന്ന് വരുന്നോ അതിനുമൊക്കെ സമാനമായിട്ട് വരും. നല്ല ട്രോപ്പിക്കൽ കൺട്രീസിലുള്ളവര് ഇരുനിറമായിരിക്കും. ആഫ്രിക്കൻ കൺട്രീസിലുള്ളവർ നല്ല കറുപ്പായിരിക്കും. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ, അല്ലെ, പോളാർ രാജ്യങ്ങളിലൊക്കെ ഉള്ളവര് നല്ല വെളുപ്പായിരിക്കും. വെളുത്തവരൊക്കെ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ യൂറോപ്പിലും അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഒക്കെ ഉള്ളവരൊക്കെ ബ്രാഹ്മണരാണ്. അപ്പൊ ആ ശരീരത്തിന്റെ നിറമല്ല അവിടുത്തെ വർണ്ണം, അത് മനസ്സിന്റെ വർണ്ണമാണ്, സൂക്ഷ്മ ശരീരത്തിന്റെ വർണ്ണമാണ്. സൂക്ഷ്മ ശരീരത്തിൽ തമസ്, രജസ്, സത്വം എന്നിങ്ങനെ 3 വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങൾക്കനുസരിച്ചാണ് അവന്റെ സ്വഭാവം, അവന്റെ പ്രവൃത്തി. ആ ഉള്ളിലെ വർണ്ണമാണ് അവന്റെ പ്രവൃത്തിയെ നിശ്ചയിക്കുന്നത്. അതാണ് വർണ്ണം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ വർണ്ണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വഭാവ വൈശിഷ്ട്യം എന്നാണ് അർത്ഥം. അവന്റെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവം. ആ സ്വഭാവത്തിനനുസരിച്ചുള്ള ജീവിത രീതി, ഒരു ഉപജീവന മാർഗം അവൻ തെരഞ്ഞെടുത്താൽ അവൻ വിജയിക്കുന്നു. അപ്പൊ ഉള്ളിലെ സ്വഭാവത്തിനനുസരിച്ചുള്ള ജീവിത രീതി തിരഞ്ഞെടുക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതിയെയാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. അത് ജാതിധർമ്മം അല്ല. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മള് വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള വർണ്ണവും ജാതിയും ഒന്നല്ല. വർണ്ണം ജാതിയുമായിട്ട് പുലബന്ധം പോലും ഇല്ല. വർണ്ണവും ജാതിയും ഒന്നേ അല്ല. ആ ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റേണ്ടത്. വർണ്ണം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ചില ആളുകൾക്ക് വെകളി പിടിക്കുന്നു. വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുമ്പോഴേക്കും പിന്തിരിപ്പൻ എന്നാണ് ചില മൂഢന്മാർ വിചാരിച്ചിരിക്കുന്നത്. വർണ്ണാശ്രമ ധർമ്മം പോലെ ദ മോസ്റ്റ് മോഡേൺ,
ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ജീവിത രീതി വേറെ ഇല്ല. അത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. ഏറ്റവും പരിഷ്കൃതരായിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയാണ് വർണ്ണാശ്രമധർമ്മം. അതാണ് സനാതനധർമ്മം. സനാതന ആയിട്ടുള്ള നെടുംതൂണ വർണ്ണാശ്രമധർമ്മമാണ്. അത് നഷ്ടപ്പെട്ടതാണ് സനാതനധർമ്മം നശിക്കാൻ കാരണം. സനാതനധർമ്മത്തിന് ചുതി വരാൻ കാരണം. നശിക്കുകയൊന്നുമില്ല. അത് കാലാകാലങ്ങളിൽ റിവൈവ് ചെയ്യപ്പെടും. അപ്പോൾ ആ തത്വം നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള കഥകളിൽ നിന്ന് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. ഒന്ന് സൂക്ഷിച്ച് അതിൻ്റെ വരികളുടെ ഇടയിൽ ഒന്ന് തടഞ്ഞ് നിൽക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുക. ഒരു രാജാവിൻ്റെ മക്കൾ പല വിഭാഗത്തിൽ പെടുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനുമായി മാറുന്നു. ഒരേ രാജാവ്. അപ്പൊ ഇതാണ് വർണ്ണാശ്രമധർമ്മം എന്ന്. അത് ആരുടെ മകനാ നോക്കൂ? ഭഗവാന്റെ മകനാ, ഭഗവാന്റെ മക്കളാ. ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലേ, ഭഗവാന്റെ അംശാവതാരമല്ലേ. ആ ഭഗവാന്റെ മക്കളെയാണ് ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. അവരുടെ സ്വഭാവത്തിനനുസരിച്ച്, അവരുടെ വാസനയ്ക്കനുസരിച്ചിട്ടുള്ള ജീവിത രീതി അവർ തെരഞ്ഞെടുത്തു. നമുക്ക് ഇനിയും നവമസ്കന്ധത്തിലെ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ സൂചിപ്പിക്കാം. ആരുടെയൊക്കെ കഥകളിലാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത് എന്ന്. നാരായണീയത്തിൽ വളരെ ദുർലഭമായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. അത് നമ്മൾ ഭാഗവതത്തിലേക്ക് തന്നെ പോകണം. ഭാഗവതം എന്ന ബേസിലേക്ക് പോകണം. അവിടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാണാം. അപ്പൊ നമുക്ക് തുടരാം. 8ാമത്തെ ശ്ലോകത്തിൽ ഋഷഭദേവൻ തന്റെ മക്കൾക്കായിക്കൊണ്ട് ഉപദേശം കൊടുത്തതിനെ കുറിച്ച് പറയുന്നു. ഉക്ത്വാ സുദേഭ്യോദ മുനീന്ദ്ര മധ്യേ വിരക്തി ഭക്ത്യന്വിത മുക്തി മാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഉക്ത്വാ സുതേഭ്യോദ മുനീന്ദ്ര മധ്യേ വിരക്തി ഭക്ത്യന്വിത മുക്തി മാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഉക്ത്വാ സുതേഭ്യോ അധ മുനീന്ദ്ര മധ്യേ. അധ അനന്തരം ത്വം മുനീന്ദ്ര മധ്യേ സുതേഭ്യഃ വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം ഉക്ത്വാ. അങ്ങ് മുനീന്ദ്ര മധ്യേ മുനിശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ വെച്ച്, വലിയൊരു സഭയിൽ സത്രത്തിൽ വെച്ച്, സുതേഭ്യഃ പുത്രന്മാർക്കായിക്കൊണ്ട് വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം ഉക്ത്വാ, വിരക്തിയും ഭക്തിയോടും കൂടിയ മുക്തിമാർഗത്തെ ഉപദേശിച്ചിട്ട്. വിരക്തി എന്നാൽ വൈരാഗ്യം, ഭക്തി തന്നെ ഈശ്വര ഭക്തി. അപ്പൊ ഭക്തി, വൈരാഗ്യം എന്നിവയോടുകൂടിയ മുക്തിമാർഗത്തെ, ജ്ഞാനമാർഗത്തെ, മോക്ഷമാർഗത്തെ ഉക്ത്വാ പറഞ്ഞു കൊടുത്തിട്ട് സ്വയം പാരമഹംസ്യ വൃത്തിം ഗതഃ, താൻ സ്വയം പാരമഹംസ്യ വൃത്തിയെ, പരമഹംസ പരിവ്രാജക വൃത്തിയെ, അവധൂത വൃത്തിയെ ഗതഃ പ്രാപിച്ചു. എന്നിട്ട് ജഡോന്മത്ത പിശാചചര്യാം അദാഹ, ജഡ ഉന്മത്ത പിശാചചര്യാം അദാഹ, ജഡന്മാരുടെ ചര്യയോ ഉന്മത്തന്മാരുടെ ചര്യയോ പിശാചുക്കളുടെ ചര്യയോ അദാഹ ധരിച്ചു. ധരിച്ചു എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചു. അപ്പൊ സമൂഹത്തിൽ മറ്റുള്ളവർ ഏറ്റവും മോശക്കാരായി കരുതുന്നവരെ പോലെ അവധൂതനായി ഒരു ജഡനെ പോലെയോ ഒരു ഉന്മത്തനെ പോലെയോ ഒരു പിശാചിനെ പോലെയോ ഒക്കെ സഞ്ചരിച്ചു. തുടർന്നുള്ള 2 ശ്ലോകങ്ങളുടെയും കൂടി ആശയം കാണാം. എന്നിട്ട് നമുക്ക് ഉള്ള സമയത്തിന് ഋഷഭദേവന്റെ സന്ദേശം നമുക്ക് കാണാം. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ
വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാവിലീനഃ പരാത്മഭൂതോ വിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാവിലീനഃ പരാത്മഭൂതഃ അപി പര ഉപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനഃ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാവിലീനഃ. ഇതാണ് അതിലെ പദങ്ങൾ. അപ്പൊ ത്വം കൃഷ്ണാം മഹീം വിചചാര, ഗുരുവായൂരപ്പ ഋഷഭരൂപനായ അങ്ങ് കൃഷ്ണാം മഹീം വിചചാര, കൃഷ്ണമായ മുഴുവനായ മഹിയെ ഭൂമിയെ വിചചാര വിചരിച്ചു. അപ്പൊ ഭൂമി മുഴുവൻ അങ്ങ് യഥേഷ്ടം സ്വച്ഛന്തം സഞ്ചരിച്ചു. ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ഉദ്ദേശ്യവും ഇല്ലാതെ, ഒന്നും നേടാനില്ലാതെ അങ്ങ് പരമഹംസ പരിവ്രാജകനായി കാറ്റത്തിട്ട അപ്പൂപ്പൻ താടിയെ പോലെ സഞ്ചരിച്ചു. കൃഷ്ണ മഹീം വിചചാര. അപ്പൊ എങ്ങനെയായിട്ട് എന്നുള്ള വിശേഷണങ്ങളാണ് ബാക്കി പദങ്ങളൊക്കെ. ത്വം ഭവാൻ പരാത്മഭൂതഃ അപി, അങ്ങ് പരാത്മഭൂതനായിരുന്നു എന്നിട്ടും എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം? പരാത്മഭൂതൻ എന്നാൽ പരമാത്മഭാവത്തെ പ്രാപിച്ചവൻ. പരാത്മഭൂത, ഭൂത എന്ന് പറഞ്ഞാൽ ഭവിച്ചവൻ. അപ്പൊ പരമാത്മാവായി ഭവിച്ചവൻ, പരമാത്മസ്വരൂപത്തെ പ്രാപിച്ചവൻ, ബ്രഹ്മജ്ഞാനിയായി ബ്രഹ്മനിഷ്ഠയോടുകൂടിയവനായി സ്ഥിതപ്രജ്ഞനായി ജീവൻ മുക്തനായി എന്നൊക്കെ പല പദങ്ങളെ കൊണ്ട് പറയാം. ജീവൻ മുക്തനായി, ജീവൻ മുക്തൻ എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ മുക്തനായി കൊണ്ട് പരമാത്മഭാവം പ്രാപിച്ചവനായിട്ട്, അതാണ് പരാത്മഭൂത, പരാത്മമായി ഭവിച്ചവൻ. അഹം ബ്രഹ്മാസ്മി എന്ന ബോധം അദ്ദേഹത്തിന് നിരന്തരമായിരുന്നു. നമുക്ക് എങ്ങനെയാണോ ഞാൻ സ്വാമി കൃഷ്ണാത്മാനന്ദ എന്ന് ഇപ്പൊ അഭിമാനിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരും നിങ്ങളുടെ വിശേഷണങ്ങളിലും അഭിമാനിക്കുന്നത്, അതിനു പകരം അദ്ദേഹം സ്വയം എന്താണെന്ന് കരുതിയിരുന്നു, എന്താണെന്ന് ബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഞാൻ ബ്രഹ്മമാണ് എന്ന്. അപ്പൊ നമുക്കും ഇപ്പോഴുള്ള ഈ ഭാവം മാറി ഈ ഞാൻ കൃഷ്ണാത്മാനന്ദ എന്ന് പറയുന്നതിന് പകരം അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉറയ്ക്കണം. ഞാൻ കൃഷ്ണാത്മാനന്ദ എന്ന് വിചാരിക്കുന്നത് വരെ എനിക്ക് സംസാരമുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്, മാനാപമാനങ്ങളുണ്ട്, ലാഭനഷ്ടങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെ അതിക്രമിക്കണമെങ്കിൽ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വത്വം, സ്വരൂപം, അത് പരാത്മഭാവമാണ്. അഹം പരമാത്മാ, അഹം ബ്രഹ്മ അസ്മി എന്ന ഭാവം ഉറയ്ക്കണം. ഇപ്പോഴുള്ള ആരെന്ത് ചോദിച്ചാലും താൻ ആരാ എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പേര് പറയുന്നതിന് പകരം ആ പേര് ഓർമ്മ വരാതെയാവണം. ഇപ്പോഴുള്ള പേര് ഓർമ്മ വരാതെയാവണം. ഇപ്പൊ സ്വാമിക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, പൂർവാശ്രമത്തിലൊരു പേര്. ആ പേര് ഉപേക്ഷിച്ചിട്ട് കുറെ കാലമായി. അതിന് പകരമാണ് ഇപ്പൊ കൃഷ്ണാത്മാനന്ദ എന്നുള്ള പേര് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആ പേര് ഓർമ്മയില്ലാതാവും നമുക്ക്, അത് ഉപയോഗിക്കാതിരുന്നാൽ, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാതിരുന്നാൽ, ആ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നാൽ, ആ പേര് എനിക്ക് തന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്, ആ അച്ഛനും അമ്മയെ കുറിച്ച് ബന്ധമില്ലാതിരുന്നാൽ ഞാൻ ആ പേര് മറന്നുപോകും. ആ പേരുണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തികള്, അപ്പുണ്ടായിരുന്ന ആളുകള്, അവരുമായിട്ടൊക്കെ ഞാൻ വീണ്ടും കണക്റ്റഡ് ആവാതിരുന്നാൽ, അവരെയൊക്കെ മറന്നാൽ ഞാൻ എൻ്റെ പേരും മറന്നുപോകും. വല്ലപ്പോഴും ആരെങ്കിലും
എൻ്റെ പഴയ പേര് വിളിച്ചാൽ പോലും എന്നെയാണോ വിളിച്ചതെന്ന് എനിക്ക് തോന്നില്ല. ഇതിപ്പോ നമ്മൾക്ക് നമ്മുടെ പേര്, പഴയ പേര് ഓർമ്മയുള്ളിടത്തോളം കാലം ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും അതേ പേര്. ഇപ്പൊ നമ്മൾ ഉടനെ തിരിഞ്ഞു നോക്കി എന്നെയാണോ വിളിക്കണത് എന്ന്. നമ്മെ അറിയാത്ത ആളുകളാണ് വേറെ ആരെയാണ് അതേ പേര് വിളിച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ചു എന്നെയാണോ വിളിച്ചത് എന്ന് ചോദിക്കും. നേരെ മറിച്ച് നിരന്തരം ആ പേരിനെ കുറിച്ച് ചിന്തയേ ഇല്ലാതെ പുതിയ പേരുമായിട്ടാണ് നമ്മളിപ്പോ നടക്കുന്നത്. അപ്പൊ ഈ പേരുമായിട്ട് ഞാനിപ്പോ എങ്ങനെ ഇഴുകിച്ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് ആര് ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ സ്വാമി കൃഷ്ണാത്മാനന്ദ എന്ന് പറയുന്നത്, അതുപോലെ ആയിത്തീരും ഈ കൃഷ്ണാത്മാനന്ദയും പോയിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന ബോധം. അതാണ് എല്ലാ മമതകളും വെടിഞ്ഞ് പരമാത്മഭാവത്തെ പ്രാപിച്ച്, എന്നാലും അപി എന്ന് പറഞ്ഞുകൊണ്ട് പരോപദേശം കുറുവന്. പരോപദേശം കുറുവൻ എന്നാണ് പരന്മാർക്ക് ഉപദേശം ചെയ്തുകൊണ്ട്. ഇവിടെ പരന്മാർക്ക് ഉപദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഉപദേശമേ ഇവിടെ ഋഷഭദേവന് കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഉപദേശം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ്. ഏത് ജീവിതത്തിലൂടെ? അദ്ദേഹം ചരിക്കുന്നതായിട്ടുള്ള ജീവിതചര്യ, അവധൂതചര്യ. ആ അവധൂതചര്യയിലൂടെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഈ പ്രകൃതിയിൽ എങ്ങനെയാണോ മറ്റ് ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്, അവരാരും രാവിലെ എഴുന്നേറ്റിട്ട് കോട്ടും സൂട്ടും ടൈയും കെട്ടിയിട്ട് എവിടെയെങ്കിലും ഉദ്യോഗത്തിന് പോയി ഫയലുകളുടെ നടുവിലും കമ്പ്യൂട്ടറിന്റെ നടുവിലും അല്ലെങ്കിൽ മാർക്കറ്റിലും അവിടെയും ഇവിടെയായിട്ട് അലഞ്ഞു തിരിഞ്ഞും ഒരു കഷ്ടപ്പാടുകളുമില്ല, ഒരു പ്രാരബ്ധങ്ങളുമില്ല അവർക്കാർക്കും. അവർക്ക് വായ കീറിയിട്ടുള്ള ഈശ്വരൻ അന്നന്നാളേക്കുള്ളതായിട്ടുള്ള ഭക്ഷണം കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ജന്തുക്കൾക്കും. ഇവിടെ എല്ലാ ജന്തുക്കളും ഈ ലോകത്തില് സുഖമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ പെടുന്ന പാടൊക്കെ പെടേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് ലോകത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ലോകത്തെ ചിന്തിപ്പിച്ചുകൊണ്ട്, ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട്, അതാണ് അദ്ദേഹം പരോപദേശം കുറുവൻ എന്ന് പറഞ്ഞത്. പരന്മാർക്ക് അദ്ദേഹം ഏതുപദേശമാണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് എല്ലാം ഇവിടെ ഈശ്വരനാൽ വേണ്ട രീതിയിൽ നടത്തപ്പെടുന്നുണ്ട്. ഈ ലോകം പരിപാലിക്കുന്നത് ഈശ്വരനാണ്. നമ്മൾ അതിൽ കാര്യമായിട്ട് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ലോകം ഇത്രയേ ഗൗരവം അർഹിക്കുന്നുള്ളൂ. ഇതിനെ വലിയ തലയിൽ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട നിസ്സാരമായിട്ടുള്ള യാവതർത്ഥ, എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ അതിവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പെടാപാടൊന്നും പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ കഠിനാധ്വാനത്തിന്റെ ആവശ്യവുമൊന്നുമില്ല എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതാണ് ഈ പഞ്ചമസ്കന്ധത്തിന്റെ തന്നെ ലക്ഷ്യം. പഞ്ചമസ്കന്ധം എന്താണ്? ലക്ഷണം സ്ഥിതി, സ്ഥാനം. സ്ഥിതിർ വൈകുണ്ഠ വിജയ. ഈ ലോകത്തിന്റെ സ്ഥിതി അത് വൈകുണ്ഠന്റെ വിജയമാണ്. ഭഗവാന്റെ ലീലയാണ് ഈ ലോകം നടത്തുന്നത്. നമ്മളൊന്നും അതില് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അഥവാ നമ്മൾ ചെയ്യണമെങ്കിലും അഭിമാനമില്ലാതെ ചെയ്യുക. ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ലാതെ ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഭഗവാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രം ഞാൻ. അല്ലാതെ ഇവിടെ ഞാൻ ചെയ്തിട്ട് ഇവിടെ ഒന്നും പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. എന്നെ കൊണ്ടൊന്നും ഉണ്ടാക്കാനും സാധിക്കില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ വൈഭവമാണ്. എന്നെ കൊണ്ട് അവന്റെയാണ് മൂലധനം, അവന്റേതാണ് എല്ലാ റിസോഴ്സസും. അവൻ തന്നതാണ് എന്നിലെ ഹ്യൂമൻ റിസോഴ്സസ് പോലും. എനിക്ക് പ്രവർത്തിക്കുവാനുള്ള അറിവും ശേഷിയും തന്നത്, ആ സാഹചര്യങ്ങളൊക്കെ തന്നത് അവൻ തന്നെയാണ്.
അപ്പൊ അവനാണ് ഇതിലെല്ലാം മുതലും മുടക്കിയിരിക്കുന്നത്. അവൻ മുതൽ മുടക്കി അവൻ തന്നെ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു. നമ്മൾ അവന്റെ ദാസന്മാർ, ഭൃത്യന്മാർ, നിമിത്തം മാത്രം. നമ്മുടെ അജണ്ടകളൊന്നും ഇല്ല ഇവിടെ, അവന്റെ അജണ്ടയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് സ്വതന്ത്രരാവുക. അവന്റെ കയ്യിലെ ഉപകരണമാവുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി, നമുക്ക് ഭാരം ചുമക്കേണ്ടതില്ല. അവൻ അപ്പപ്പോ നമ്മളെ കൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യും, ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയും. ഓ ചെയ്തു, ഇനി എന്താ അടുത്തത് എന്ന് ചോദിക്കാം. നമ്മുടെ തലയിലല്ല ഒന്നും. ഹി പ്രോംപ്റ്റ്സ്, ഹി ഡിക്റ്റേറ്റ്സ് ആൻഡ് വി ഒബേ. അവൻ ആജ്ഞാപിക്കുന്നു, നമ്മള് അതനുസരിക്കുക, അതേ വേണ്ടൂ. അതാണ് ഇവിടെ അവധൂത ചര്യയിലൂടെ കാണിച്ചു തരുന്നത്. പരാത്മഭൂതോപി പരോപദേശം കുറുവൻ ഭവാൻ സർവനിരസ്യമാനഃ. സർവനിരസ്യമാനഃ, സർവനിരസ്യമാനഃ, സർവരാലും നിരസിക്കപ്പെട്ടവനായിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ രീതി കൊണ്ട് ഭിക്ഷക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു ജഡനെ പോലെ, പിശാചിനെ പോലെ എന്നൊക്കെ മുമ്പ് പറഞ്ഞില്ലേ, ഉന്മത്ത പിശാചചര്യാം. അപ്പൊ ഉന്മത്തനെ പോലെ പെരുമാറിയാൽ ആരും അടുക്കില്ല. ഒരു ജഡനെ പോലെ, മന്ദബുദ്ധിയെ പോലെ പെരുമാറിയാൽ ആരും അയാളുടെ അടുത്തേക്ക് വരില്ല. പിശാചിനെ പോലെ, പിശാചിനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാല്, പിശാചുക്കൾ, പ്രേതങ്ങളൊക്കെ എങ്ങനെ വെച്ചാല് ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്നവരാണ്. ഇവിടെ കണ്ട് മിന്നി മറഞ്ഞിട്ടുണ്ടാവും, വേറെ എവിടെയെങ്കിലും കാണും. അവിടെ കണ്ടത് കുറച്ചു നേരം കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും കാണും. ഗതിയില്ലാതെ അലയുന്ന പ്രേതങ്ങൾ എന്ന് പറയില്ല നമ്മൾ, അതിനെ അവിടെ ഇവിടെയൊക്കെ മിന്നുന്നത് പോലെ, മിന്നായം പോലെ കാണും. അപ്പൊ ഇയാളെ കുറച്ചു നേരം അവിടെ കണ്ടു, ഇതപ്പോ ഇവിടെ കാണുന്നു, ഇപ്പൊ അതാ മറ്റിടത്ത് കാണുന്നു. ഇതെന്താ ഇയാൾക്ക് ഒരു വ്യവസ്ഥയും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരു വ്യവസ്ഥയും ഇല്ല. പിശാചുക്കൾക്ക് ശരീരമില്ല, സ്ഥൂല ശരീരമില്ലാത്തവരെയാണ് പ്രേതം, പിശാച് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അവര് കാറ്റത്തിട്ടതുപോലെയാണ്. കാറ്റത്തിട്ട അപ്പൂപ്പൻ താടിക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. അതിന് നിലനിൽക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതിനെ കാറ്റ് എവിടേക്ക് കൊണ്ടുപോകുന്നോ അവിടേക്ക് കൊണ്ടുപോകും. കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചാണ് അപ്പൂപ്പൻ താടിയുടെ ഗതി. അതിന് സ്വന്തമായിട്ട് ഒരു ഉദ്ദേശത്തിനും നടക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ നമ്മളൊക്കെ അത്ര തന്നെ ഉള്ളൂ. നമ്മളും അത് തന്നെയാ. നമ്മളിപ്പോ ഇന്നിപ്പോ ഇവിടെ ഇരിക്കണോ, നാളെ എവിടെ ഇരിക്കണമെന്ന് ഈശ്വരനാകുന്ന, വിധിയാകുന്ന, പ്രാരബ്ധമാകുന്ന കാറ്റാണ് തീരുമാനിക്കുന്നത്. ഈശ്വരന്റെ കാറ്റ് തന്നെയാണ് നമ്മുടെ പ്രാരബ്ധം അല്ലെങ്കിൽ വിധി എന്നൊക്കെ പറയുന്നത്. ഈശ്വരൻ നമ്മളെ എവിടേക്ക് എടുത്തെറിയുന്നുവോ നാളെ ഈ നേരത്ത് നമ്മൾ അവിടെ ഇരിക്കണ്ടാവും. ഉച്ചയ്ക്ക് നമ്മൾ എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന ഇരിപ്പിൽ ഒരു അറ്റാക്ക് വന്ന ആശുപത്രിയിലാവും സ്വാമി. സ്വാമി വിചാരിക്കണം ഇവിടെ തന്നെ ഞാൻ ഇരിക്കും, ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് പൂർത്തിയാക്കുന്ന വിചാരിച്ചാലും നടക്കുമൊന്നുമില്ല. അത് നടക്കണമെങ്കിൽ അവൻ വിചാരിക്കണം. പാവം സ്വാമി ക്ലാസ് നടത്തിക്കോട്ടെ എന്ന് അവൻ അനുവദിച്ചാൽ നടത്താം. അതല്ലെങ്കിൽ സ്വാമി ഇവിടുന്ന് നേരെ ഇപ്പൊ തന്നെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകാൻ ആരും അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ തന്നെ വീണ് കിടക്കാം. എല്ലാവരുടെ അവസ്ഥ അത് തന്നെയുള്ളൂ. അപ്പോ ആ ഭഗവാന്റെ നിശ്ചയം, ഈശ്വരന്റെ നിശ്ചയം, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ അപ്പൂപ്പൻ താടികൾ തന്നെയാണ് വാസ്തവത്തിൽ ചിന്തിച്ചാല്. അതറിഞ്ഞാലോ നമ്മൾ അപ്പൂപ്പൻ താടി പോലെ ആവുക. അവന് വിട്ടുകൊടുക്കുക. എന്നെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോക്കോ ഭഗവാനെ, അങ്ങക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോക്കോളൂ. ദിവിവാഭുവിവാമമാസ്തു വാസഃ നരകേ വാ നരകാന്തക പ്രകാമം അവധീരിത ശരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാനി. ഒരു രാജാവ് പാടിയതാ. ആരാ? നമ്മുടെ കേരളം ഭരിച്ച കുലശേഖര പെരുമാൾ. അദ്ദേഹം മുകുന്ദമാല എന്ന കൃതിയിൽ പാടുകയാണ് ഭഗവാനോട്, ഭഗവാനെ
എന്നെ എവിടെ വേണമെങ്കിൽ കൊണ്ടിട്ടോളൂ. എന്താ പറയാ, ഐ വോണ്ട് ബോദർ. ഞാൻ അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. അത് അങ്ങയുടെ ഇഷ്ടം. ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ. മമ വാസഃ ദിവിവാ, സ്വർഗത്തിലായിക്കോട്ടെ, ഭുവിവാ, ഭൂമിയിലായിക്കോട്ടെ, നരകേവാ, നരകാന്തക പ്രകാമം. ഹേ നരകാന്തക, തവ പ്രകാമം, അങ്ങയുടെ ഇഷ്ടം പോലെ. മമ വാസഃ ദിവിവാ ഭുവിവാ നരകേവാ, എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഏത് നരകത്തിൽ വേണമെങ്കിൽ എന്നെ കൊണ്ടിട്ടോളൂ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പ്രശ്നമേ ഇല്ല. അത് അങ്ങ് നിശ്ചയിക്കുക. പ്രകാമം, ഇറ്റ്സ് അപ് ടു യു. അങ്ങയുടെ ഇഷ്ടം പോലെ. പ്രകാമം. ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ നരകേവാ നരകാന്തക പ്രകാമം. അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാനി. ഞാൻ ഏതവസ്ഥയിലും എൻ്റെ മരണത്തിലും അങ്ങയുടെ അതിമനോഹരങ്ങളായ പാദാരവിന്ദങ്ങളെ, ശരത്കാലത്തിലെ താമരകളെ വെല്ലുന്നതായിട്ടുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ഞാൻ എപ്പോഴും സ്മരിച്ചാൽ മാത്രം മതി. എന്നുവെച്ചാൽ എൻ്റെ മനസ്സ് അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ കെട്ടിയിട്ടാൽ മതി. എൻ്റെ ശരീരം എവിടെ വേണമെങ്കിൽ കിടന്നോട്ടെ. എൻ്റെ ശരീരത്തെ എവിടെ ഇടുന്നതിനും എനിക്ക് വിരോധമില്ല. എൻ്റെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ ഉറച്ചാൽ മതി. എനിക്ക് എവിടെ പോകാനും ഭയമില്ല. ഏതനുഭവത്തെയും പേടിയില്ല. നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വം അദ്വന്ദ്വഹേതോഃ കുംഭീപാകം ഗുരുമവിഹരേ നാരകം നാപനേതും. രമ്യാ രാമാ മൃദുതനുലതാനന്ദനേ നാഭിരന്തും ഭാവേ ഭാവേ ഹൃദയഭവനേ ഭാവയേയം ഭവന്തം. നാസ്താധർമ്മേ ന വസുനിചയേ നൈവ കാമോപഭോഗേ യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേപി ത്വത്പാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. അപ്പൊ എനിക്ക് എന്ത് വേണമെന്ന് സംഭവിച്ചോട്ടെ. യദ്യത് ഭവ്യം ഭവതു, ഭവിക്കാനുള്ളതൊക്കെ ഭവിച്ചോട്ടെ. പൂർവകർമാനുരൂപം, എന്റെ പൂർവകർമ്മങ്ങൾക്കനുസരിച്ച്, പുണ്യത്തിനും പാപത്തിനും അനുസരിച്ച് ഏത് പ്രാരബ്ധങ്ങളും വന്നോട്ടെ. അതിനെക്കുറിച്ചൊന്നും ഞാൻ വറിയിടല്ല. എനിക്ക് ആകെ വേണ്ടത് അങ്ങയുടെ പാദാരവിന്ദത്തിൽ ഉറച്ച ഭക്തി മാത്രം എന്ന് മഹാത്മാക്കൾ പാടുന്നു. അവർക്ക് എവിടെ ഇട്ടാലും ഒരു പ്രശ്നമല്ല. ലോകത്തിലെ ഏതവസ്ഥയിലും അവരെ കൊണ്ടിട്ടോളൂ. അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നില്ല. ഭഗവാനെ മറന്നാൽ മാത്രമേ വിഷമമുള്ളൂ. ഭഗവാനെ മറക്കാതിരിക്കണം. എന്നാൽ ഈ ഭഗവത് തത്വം എപ്പോഴും ഓർമ്മയുണ്ടാവണം. ആ ഭഗവാന്റെ കൈകളിൽ നമ്മളൊക്കെ കാറ്റത്തിട്ട അപ്പൂപ്പൻ താടികളാണ്. ഭഗവാനാകുന്ന കാറ്റ് നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്നുവോ അവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ആ അപ്പൂപ്പൻ താടികളായിരിക്കുക. നമ്മളെ ഭഗവാൻ പിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അല്ലെ, നമ്മള് പട്ടം പറത്തുകയാണ് ഭഗവാൻ. ആ പട്ടത്തിന്റെ നൂല് ആരുടെ കയ്യില? ഭഗവാന്റെ കയ്യില. സുരക്ഷിതമാണ്. അദ്ദേഹം നോക്കിക്കോളും. ആ ഓർമ്മയുണ്ടായാൽ മതി. അതാണ് അവിടെ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാബിലീനഃ. യാതൊരു വികാരവുമില്ലാതെ, വികാരം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മാറ്റം. മനസ്സിന് എപ്പോഴാ മാറ്റം ഉണ്ടാവുക? വിപരീതങ്ങളായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, ദ്വന്ദ്വങ്ങൾ, സുഖം ദുഃഖം, ലാഭം നഷ്ടം, മാനം അപമാനം, വിജയം പരാജയം, പൂജ
നിന്ദ, ഇങ്ങനെ പല അവസ്ഥകള് മാറി മാറി വരുമ്പോ ഈ ദ്വന്ദ്വങ്ങളാണ് നമ്മുടെ മനസ്സിന് വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ശീതം, ഉഷ്ണം, മഴ, വെയില്, ഇങ്ങനെ പ്രകൃതിയിലുള്ളതായിട്ടുള്ള മാറ്റങ്ങള്, ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹം വികാരമില്ലാത്ത ഒരു വസ്തുവില് അദ്ദേഹം ഉറച്ചു. അദ്ദേഹത്തിന്റെ മനസ്സ് വികാരമില്ലാത്ത ഒരു വസ്തുവിൽ ഉറച്ചു, ഭഗവത് സ്വരൂപത്തിൽ ഉറച്ചു, ബ്രഹ്മസ്വരൂപത്തിൽ ഉറച്ചു. ആ ബ്രഹ്മം അവികാരിയാണ്. യാതൊരു വികാരവുമില്ലാത്തതായിട്ടുള്ള, മാറ്റമില്ലാത്ത, പരിണാമരഹിതമായിട്ടുള്ള, നിത്യമായ, ശാശ്വതമായ വസ്തുവില് അദ്ദേഹത്തിന്റെ മനസ്സ് ഉറച്ചു. അങ്ങനെ വികാരഹീനനായിട്ട് പ്രകൃതിയിൽ ചുറ്റുപാടും എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ, തന്നെ ആരൊക്കെ പരിഹസിച്ചോട്ടെ, നിന്ദിച്ചോട്ടെ, വഴിയിലൊക്കെ പോകുമ്പോ ആളുകൾ കല്ലെടുത്തെറിയും, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കും. വസ്ത്രം തന്നെ ഇട്ടിട്ടുണ്ടാവില്ല, വല്ല കീറ തുണികള് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, അപ്പൊ അതിനെയൊക്കെ പിടിച്ച് വലിക്കും. അദ്ദേഹത്തിന്റെ പുറകില് വാല് കെട്ടി വിടും കുട്ടികള്. അദ്ദേഹത്തിന്റെ പുറകില് ടിന്ന് കെട്ടിയിട്ട് അതിൽ അടിച്ച് ശബ്ദം ഉണ്ടാക്കും. കൃഷ്ണാം മഹീം, മഹീം, കൃഷ്ണാം മഹീം, മുഴുവൻ മഹിയിലും. അഹീനാത്മരസാഭിലീന, ആത്മരസ അഭിലീന, ആത്മരസത്തിൽ, ആത്മാനന്ദത്തിൽ, അഭിലീന, നന്നായി മുഴുകിയവനായിട്ട്, ആത്മാനന്ദത്തിൽ മുഴുകിയവനായിട്ട്. അത് അഹീന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീനമല്ലാത്തത്, നീചമല്ല. അപ്പൊ അഹീന ആത്മരസാഭിലീന, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള, പരിപൂർണമായിട്ടുള്ള എന്നൊക്കെ അർത്ഥത്തില് അഹീന എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഹീനം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് അഹീനം. ഹീനം എന്നാൽ നശിക്കുന്നത്, നിന്ദ്യമായത് എന്നൊക്കെ അർത്ഥം. അപ്പൊ അഹീന, ഒരിക്കലും നശിക്കാത്തതും പൂർണമായതുമായിട്ടുള്ള ആത്മരസത്തിൽ, ആത്മാനന്ദത്തിൽ, അഭിലീന, മുഴുകിയവനായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു. അവധൂതനായി സഞ്ചരിച്ചു, ആനന്ദസ്വരൂപ സഞ്ചരിച്ചു. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാഭിലീനഃ ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേ ത്വം താപാൻ മമാപാകുറുവാതനാദ. ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേ ത്വം താപാൻ മമാപാകുറുവാതനാദ. അപ്പൊ മുമ്പ് ജഡോന്മത്ത പിശാചര്യാം എന്ന് പറഞ്ഞു. ഒരു ജഡനെ പോലെയോ ഉന്മത്തനെ പോലെയോ പിശാചിനെ പോലെയോ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. ശയുവ്രതം ഗോമൃഗ കാകചര്യാം ചിരം ചരന് ആപ്യ പരം സ്വരൂപം. അപ്പോ ശയുവ്രതം, ശയു എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിന്റെ ഒരു പര്യായ ശബ്ദമാണ്. അജഗരം, ശയു എന്നൊക്കെ ഉള്ളത് പെരുമ്പാമ്പിന്റെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പൊ അജഗര വൃത്തി എന്ന് പറയും. അവധൂതന്മാരുടെ ഒരു വൃത്തിയാണ് അജഗര വൃത്തി. അതിനെയാണ് ഇവിടെ മേൽപ്പത്തൂർ ശയുവ്രതം എന്ന് പറഞ്ഞത്. പെരുമ്പാമ്പിനെ പോലെ ജീവിക്കുക. എന്താ പെരുമ്പാമ്പിന്റെ പ്രത്യേകത? പെരുമ്പാമ്പ് അതിന്റെ ഭക്ഷണത്തിന് വേണ്ടി കാര്യമായിട്ട് എഫർട്ട് ഒന്നും ചെയ്യാറില്ല. അത് എവിടെ കിടക്കണോ അവിടെ കിടക്കും. അതിന്റെ ഭക്ഷണം അതിനെ അന്വേഷിച്ച് വരും. അതിന്റെ അടുത്തേക്ക് വരുന്ന ഭക്ഷണത്തെ അത് വിഴുങ്ങും. അത് ചെറുതായാലും ശരി, വലുതായാലും ശരി. ചിലപ്പോ ഒരു എലിയായിരിക്കും കിട്ടുക, ചിലപ്പോ ഒരു പൂച്ചയായിരിക്കും കിട്ടുക, ചിലപ്പോ ഒരു പട്ടിയെ കിട്ടും, ചിലപ്പോ ഒരു പോത്തിനെ തന്നെ തിന്നും, മാനിനെ തിന്നും. എന്താണോ കിട്ടിയത് അതിനെ.
ചിലപ്പോൾ 3-4 ഒന്നിച്ച് തിന്നും. മലമ്പാമ്പ് അധികം സഞ്ചരിക്കില്ല, അധികം വേഗത്തിലും സഞ്ചരിക്കില്ല, വളരെ പതുക്കെ അഴിഞ്ഞ് എവിടെയെങ്കിലും വന്ന് കിടക്കും. മിക്കവാറും അത് കാട്ടിലൊക്കെ ആണെങ്കിൽ മരക്കൊമ്പത്ത് കിടക്കും. മരക്കൊമ്പത്ത് കിടക്കുമ്പോൾ താഴെ കൂടെ മൃഗങ്ങൾ പോകുമ്പോൾ അതിന് വിശന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ മരക്കൊമ്പത്തുനിന്ന് ഈ മൃഗങ്ങളുടെ മുകളിലേക്ക് ഒന്ന് വീഴും, പുതിയെന്ന് വീഴും. ഈ വിട്ട് വീണാൽ ആ ഏത് മൃഗത്തിന്റെ മുകളിലേക്ക് വീണോ അതിനെ ഒരു ചുറ്റ്, ഒരു പിഴിയല്, ആ മൃഗത്തിന്റെ എല്ലൊക്കെ ഒടിഞ്ഞ് അത് വായ പൊളിക്കും. പിന്നെ അതിന്റെ ഒരറ്റത്തുനിന്ന് തിന്നു തുടങ്ങും. അങ്ങനെ വിഴുങ്ങ് തന്നെയാണ്. വലിയ മാനിന്റെയൊക്കെ കൊമ്പുകളോട് കൂടി വിഴുങ്ങിയിട്ട് ചിലപ്പോ ഈ കൊമ്പ് തട്ടിയിട്ട് അതിന്റെ ഉടലൊക്കെ കീറും. ചിലപ്പോ അത് തന്നെ സ്വന്തം മരണത്തിനും കാരണമാകും. കാണാം നമുക്ക്. അനിമൽ പ്ലാനറ്റും ഡിസ്കവറി ചാനലും ഒക്കെ കണ്ടാൽ മതി. ചിലപ്പോ ഒരു മലമ്പാമ്പൊക്കെ ഒരു ആടിനെ വളർത്തുന്ന വീട്ടിലൊക്കെ വന്നാൽ ഒരു 7 ആട് 8 ആടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ ചാപ്പിട്ടിട്ടുണ്ടാവും, ആട്ടിൻകുട്ടികളെ. എന്നിട്ട് അതിനെ ഛർദ്ദിപ്പിക്കുന്നത് കാണാം, വീഡിയോകൾ കാണാം. അതിനെന്തോ ഒരു പ്രത്യേക വിദ്യയുണ്ട്. അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ പോയിട്ടുള്ളതിനെയൊക്കെ പുറത്തേക്ക് വരും. പക്ഷെ ഒക്കെ ചത്തു കഴിഞ്ഞിട്ടാവും ശ്വാസം മുട്ടിയിട്ട്. ഒരു 5-6 വരി വരിയായിട്ട് വരുന്നത് കാണാം. ഇതൊക്കെ എവിടുന്നാ വരണമെന്ന് തോന്നും നമ്മൾ. അത്രയും വലിയ എന്താ പറയുക, ഖജനാവാണ് അതിന്റെ ശരീരം. ഫ്ലെക്സിബിൾ ആണ്, എത്ര വലുതിനെയും ഉൾക്കൊള്ളാൻ പറ്റും. അതിന്റെ വായും അത്രയും വലുതാണ്. അപ്പൊ എന്താ അതിന്റെ ശയുവ്രതം എന്ന് പറഞ്ഞാല്, അധ്വാനിക്കാതെ എന്താണോ വന്നു ചേരുന്നത് അതിനെ ഭക്ഷിച്ചുകൊണ്ട് എനർജി വെറുതെ കളയാതെ സുഖമായി ഇരിക്കുക. ഈ പെരുമ്പാമ്പ് എനർജി കളയില്ല. നമ്മളെ പോലെ രാവിലെ എഴുന്നേറ്റ് ഓടുകയല്ല. അങ്ങനെ നമ്മൾ ഈ ഓടിയിട്ട് തന്നെ വിശക്കുന്നത് നമുക്ക്, എന്നിട്ടാ ഭക്ഷണം കഴിക്കേണ്ടി വരണത്. നമ്മൾ എനർജി കൺസർവേഷൻ നമുക്ക് അറിയില്ല. നമ്മൾ മനസ്സുകൊണ്ടും വറിയടാണ്, ആദിയാണ് നമ്മുടെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ അധ്വാനവും, ശരീരത്തിന്റെ കായികമായിട്ടുള്ള അധ്വാനവും മനസ്സിന്റെ ആദിയും, ഇതാണ് നമുക്ക് വിശപ്പുണ്ടാക്കുന്നത്. നമുക്ക് ശീലമായി. നമ്മളൊന്നും കാര്യമായിട്ട് കായികമായിട്ട് അധ്വാനിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിശക്കുന്നുണ്ട്. രാവിലെ കഴിച്ചതാണല്ലോ, ഉച്ചയാകുമ്പോഴേക്കും ഇനിയിപ്പോ എന്താണാവോ എന്നുള്ള ചിന്ത വന്നാൽ തന്നെ വിശക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ സൈക്കോളജിക്കലാണ് വിശപ്പ്. എനർജി പോവുകയാണ് ആദി കൊണ്ട്. എന്നാൽ ഈ പെരുമ്പാമ്പിന് ഒരു ആദിയുമില്ല, ഒരു വറിയുമില്ല. അതിനെന്താണോ അതിന്റെ വഴിക്ക് വരുന്നത് അതിനെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശാപ്പിട്ടിട്ട് ഉള്ള കൊഴുപ്പിനെ കളയാതെ അതിന്റെ ശരീരത്തില് ആ കൊഴുപ്പുണ്ടാവും. ആ ഫാറ്റ് തന്നെയാണ് അതിന്റെ ജീവനം. 6 മാസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അതിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് കൊണ്ട് അത് ജീവിക്കും. എനർജി കൺസർവേഷൻ പെരുമ്പാമ്പിനെ കണ്ട് പഠിക്കണം നമ്മൾ. ഒരിത്തിരി പോലും എനർജി അത് പാഴാക്കി കളയില്ല. ഒരു അധ്വാനവുമില്ല അതിന്. ഭക്ഷണം തെരഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള പണിയോ വേട്ട മൃഗങ്ങളുടെ പുറകെ പായുകയോ ഒന്നും ചെയ്യില്ല. ഒന്ന് അങ്ങോട്ടും കൂടെ അനങ്ങിന്ന് വരും, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ശയുവ്രതം. എതിർച്ചാലാപ സന്തുഷ്ടി. ഒരു ഇരുന്നിടത്ത് ഇരിക്കുമ്പോൾ പ്രാരബ്ധം കൊണ്ടുത്തരും ഭക്ഷണം. നമുക്ക് പ്രാരബ്ധമുണ്ടോ യോഗമുണ്ടോ, നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾക്ക് കഴിക്കാനുള്ളത് തെരഞ്ഞു വരും. നമുക്ക് യോഗമില്ലയോ, നമ്മൾ ഉണ്ടാക്കി വെച്ചാലും കഴിക്കാനും പറ്റില്ല. നോക്കിയിട്ടില്ലേ? യോഗം വേണം. ഉണ്ടാക്കി വെച്ചത് കഴിക്കാൻ പറ്റില്ല പലപ്പോഴും. ചിലപ്പോൾ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഞായറാഴ്ചയാണ്, ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഉച്ചയ്ക്ക് നല്ല ചാപ്പാട് അല്ലെങ്കിൽ സദ്യവട്ടം അല്ലെങ്കിൽ പായസം ബിരിയാണി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി. പക്ഷേ അത് ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കലഹം, ഒരു ശണ്ടയുണ്ടായാൽ മതി. ആ ശണ്ട ചിലപ്പോ രണ്ടുപേരും അങ്ങോട്ടും ദേഷ്യം വന്ന് ഈ പാത്രങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തെറിയാനും ഇതൊക്കെ കൊട്ടിക്കളയാനും മതി. അല്ലെങ്കിൽ
അന്നത്തെ ദിവസം ഭക്ഷണം വേണ്ടാതെ വെക്കാനും മതി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കില്ല. അല്ലെങ്കിൽ വല്ല രോഗം കൊണ്ട് ആശുപത്രിക്ക് ഓടേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അതിഥികൾ ഒന്നായിട്ട് കയറി വരും. അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാക്കിയവർക്ക് ആശ തീരാൻ ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ നമ്മൾക്ക് പലതും കാണാം. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, കഴിക്കാനും യോഗം വേണം. അപ്പൊ യോഗം ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. യോഗം ഉണ്ടെങ്കിലോ അത് വന്നു ചേരുകയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും വരാനുള്ളത് വരും. ഇത് ഒരു പ്രതിഭാസമാണ്. അത് പ്രാരബ്ധമാണ് നമ്മൾക്ക് കൊണ്ടുതരുന്നത്. പ്രാരബ്ധം പുഷ്യതി വപുഹു. നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളാണ്. ഇത് ഉറപ്പുള്ള ആളാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് നിശ്ചിത്യ നിശ്ചലഹ എന്ന് പറയും ഒരു യോഗിയെ കുറിച്ച്. പ്രാരബ്ധം പുഷ്യതി വപുഹു ഇത് നിശ്ചിത്യ നിശ്ചലഹ. എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് എന്റെ പ്രാരബ്ധമാണെന്ന് നിശ്ചയിച്ചിട്ട് അവൻ നിശ്ചലനായിരിക്കുന്നു, ഒരു കുലുക്കുമില്ലാതിരിക്കുന്നു. പ്രാരബ്ധത്തിന് എന്താണോ വരാനുള്ളത് അത് വഴി തങ്ങില്ല, വരും. അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. അപ്പൊ അവൻ ഫ്രീ ആയി. അതാണ് സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ, ജീവൻ മുക്തന്റെ അവസ്ഥ, യോഗിയുടെ അവസ്ഥ. അതാണ് ഇവിടുത്തെ ശയൂവ്രതം. പെരുമ്പാമ്പിനെ പോലെ ചിലപ്പോൾ ഒന്നിച്ച് കിട്ടുമ്പോ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. ദിവസങ്ങളോളം ചിലപ്പോൾ പട്ടിണിയായിരിക്കും. അതൊന്നും അദ്ദേഹത്തെ വറിയിച്ചില്ല. ചിലപ്പോൾ അടുപ്പിച്ച് കിട്ടും, അതിനെയും കഴിക്കും. ഒരു മടിയുമില്ല എന്നർത്ഥം. അങ്ങനെ ശയൂവ്രതം. ഗോമൃഗ കാകചര്യാം. ഗോമൃഗ കാകചര്യ എന്നൊക്കെ പറഞ്ഞാൽ മൃഗങ്ങളുടെ, ജന്തുക്കളുടെ, പശുക്കളുടെയും ജന്തുക്കളുടെയൊക്കെ ചര്യ. ഇപ്പൊ പശുക്കള്, ഗോക്കളുടെ ചര്യ എങ്ങനെയാണ്? അതിങ്ങനെ നടക്കുമ്പോൾ വഴിയിലൊക്കെ പുല്ല് ഒന്നിച്ച് തിന്നും. ഒന്നിച്ച് തിന്നിട്ട് സംഭരിച്ചു വെക്കും അതിന്റെ ആമാശയത്തില്. പിന്നെ അയവറക്കും. ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അതിനെ തേട്ടി അയവറക്കും. എന്നതുപോലെ കിട്ടുമ്പോൾ നല്ലോണം തിന്നുക, അല്ലാത്തപ്പോ അതിനെ ആ എനർജി കൊണ്ട് തന്നെ ജീവിക്കുക. അതാണ് ഗോചര്യ. അതുപോലെ മറ്റു മൃഗങ്ങളുടെയൊക്കെ ചര്യ കാകചര്യ. കാകചര്യ എന്നൊക്കെ പറഞ്ഞാൽ കാക്കയ്ക്ക് വൃത്തിയും എടുപ്പൊന്നുമില്ല. എവിടെ എന്ത് കിട്ടിയാലും അതിനെ ഭക്ഷിക്കുക. അപ്പൊ വൃത്തിയും എടുപ്പൊന്നും നോക്കില്ല അവധൂതന്മാര്. അത് നാറിയതാണോ പഴയതാണോ ഇന്നലത്തെയാണോ നാളത്തെയാണോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ചില അവധൂതന്മാരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അവർക്ക് ആളുകളെ, ഭക്തന്മാർ കൊണ്ടുപോയിട്ട് ഓരോന്ന് കൊണ്ടുവയ്ക്കും. ചില ആളുകൾക്ക് ചായ മാത്രമാണ് പ്രിയം. ചായകൾ ആൾക്കാർ കൊണ്ടുപോയി ഗ്ലാസ്സിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഒരു 10 ഗ്ലാസ് ചായ ഇരിക്കുന്നുണ്ടാവും, ഭക്തന്മാർ കൊണ്ടുവച്ചതാണ്. ഒക്കെ ആറിപ്പോയിട്ടുണ്ടാവും, ഈച്ച ഇരിക്കുന്നുണ്ടാവും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല, അതവിടെ ഇരിക്കട്ടെ. അവർക്ക് വേണം തോന്നിയാൽ ചിലപ്പോൾ 10 ഒന്നിച്ചു കുടിക്കും. അത് ആറി തണുത്തതായാലും ഈച്ച ഇതാക്കിയാലും ഉറുമ്പ് വന്നാലും അല്ലെങ്കിൽ വേണ്ടെങ്കിലോ അവർ തൊടുവില്ല, അവിടെ തന്നെ ഇരിക്കും. അത് ദിവസങ്ങളോളം ചിലപ്പോൾ അവിടെ ഇരിക്കും. കൊടുക്കാനുള്ള ഭക്തന്മാർ കൊണ്ട് കൊടുക്കും. ചില അവധൂതന്മാര് ബീഡി വലിക്കുന്നവരുണ്ട്. അവർക്ക് അതാണ് വേണ്ടത്. ഹിമാലയത്തിലൊക്കെ പോയ ബാബമാരുണ്ട്. ബാങ് എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് പോലെ ഒരു സാധനമുണ്ട്. ഒരു ഇല കൊണ്ട് ചുരുട്ടി ഉണ്ടാക്കുന്നതായിട്ട് സാധനം ബാങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ബാബമാർക്ക് ബാങ്ങാണ് വേണ്ടത്. അത് കെട്ടിക്കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ ഒരു ആനന്ദമായി കഴിയുന്നവരാണ്. അവർക്ക് ആകെ അതേ വേണ്ടു, വേറൊന്നും വേണ്ട. അപ്പൊ അതുപോലെയാണ് ഇവിടെ കാകചര്യ എന്ന് പറയുന്നത്. വൃത്തിയും വെടുപ്പും അതൊന്നും നോട്ടമില്ല. എച്ചിലും വറ്റും നോട്ടമൊന്നുമില്ല. പഴകിയതും നാറിയതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അതൊന്നും ഈ ശരീരത്തിൽ അഭിമാനം ഉണ്ടെങ്കിലേ ഇതൊക്കെ പ്രശ്നമുള്ളൂ. ഈ ശരീരത്തിനെ അതൊക്കെ ബാധിക്കില്ലേ, രോഗം വരില്ലേ, നാറില്ലേ എന്നൊക്കെയുള്ള ചിന്ത അവർക്കില്ല. അവരുടെ ശരീരം തന്നെ സുഗന്ധപൂരിതമായിരിക്കും. ചിലപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെക്കുറിച്ച്, ഋഷഭദേവനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള വിസർജ്യങ്ങളുടെ സുഗന്ധം എത്രയോ ദൂരത്തേക്ക്
മൈലുകളോളം വ്യാപിച്ച് സുഗന്ധം, ചന്ദനത്തിന്റെ സുഗന്ധം പരക്കുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾക്ക് പോലും സുഗന്ധമായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ്. അതാണ് ഇവിടെ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കാണിച്ചു തരണം. ഈ ലോകത്തിൽ ഇത്രയേ ആവശ്യമുള്ളൂ, അല്ലാതെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഇത്രയും 10 നിലയും 20 നിലയും 100 നിലയൊന്നും കെട്ടിപ്പൊക്കേണ്ട കാര്യമില്ല. ഈ കോൺക്രീറ്റ് വനങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ വാഹനങ്ങളെ കൊണ്ട് ഈ ലോകം മുഴുവൻ പൊല്യൂട്ടഡ് ആക്കേണ്ട കാര്യമില്ല. ഈ ഇൻഡസ്ട്രീസിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പരിഷ്കാരം എന്ന് പറയുന്ന ഇതിന്റെ ഒന്നും, ഇതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ്, ഭാവിയിലെ മനുഷ്യ ജീവിതത്തെ ദുർഘടമാക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളതാണ്, ഇനിയും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ സ്വയം അവൻ ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ സ്വാർത്ഥത കൊണ്ട്, അവന്റെ ലോഭം കൊണ്ട്. അവൻ എന്ത് കിട്ടിയാലും മതിയാവാത്തത് കൊണ്ട് അവൻ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊന്നും ആവശ്യമില്ല. പക്ഷെ എന്താണ്, ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവരും അതിനെ തന്നെ അനുകരിച്ച് മത്സരിച്ച് അവൻ അത്രയാവാമെങ്കിൽ എനിക്ക് ഇത്രയാവാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ പരസ്പരം ഓടിപ്പിടിച്ച് മത്സരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഈ ലോകത്ത്. ഈ ലോകത്ത് ജീവിക്കാൻ വളരെ സിമ്പിളാണ്. ജീവിതത്തെ വളരെ സിമ്പിൾ ആക്കിയിരുന്നു. ഒരു 50 കൊല്ലം മുമ്പ് വരെ കൂടി നമ്മുടെ മുത്തശ്ശന്മാരും നമ്മുടെ കാരണവന്മാരും ഒക്കെ ഒരു തോർത്തുമുണ്ട് കൊടുത്ത് ജീവിച്ചിരുന്നു. ഒരു ചെറിയ വീടില് എത്രയോ കുടുംബാംഗങ്ങള് ഒന്നിച്ച് സുഖമായി ജീവിച്ചിരുന്നു. ഏതാനും ഫർണിച്ചർ, അല്ലെ, കുറച്ച് ബെഞ്ചുകളോ കുറച്ച് പായകളോ കുറച്ച് കലവും ചട്ടിയോ ഒരു പനയോല കൊണ്ടുള്ള വിശറിയോ ഏതാനും ചിരാതുകളോ വിളക്കുകളോ 1 or 2 വസ്ത്രങ്ങളോ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചിരുന്നു ഒരു 50 കൊല്ലം മുമ്പ് വരെ കൂടി. ദൂരെ എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ ഒരു മുണ്ടെടുത്തിട്ട് ഈ തോർത്ത മുണ്ടിനെ തന്നെ തോളിലേക്കിടും, അത്രേ ഉള്ളൂ. അത്രേ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ വർദ്ധിപ്പിച്ചു ആവശ്യങ്ങൾ, മത്സരിച്ച് 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 ആവശ്യങ്ങൾ വർദ്ധിപ്പിച്ചു. എന്നിട്ട് സുഖമുണ്ടോ? സുഖമൊക്കെ പോവുകയും ചെയ്തു. ദുഃഖങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടേ വരുന്നു. ആശുപത്രികളുടെ എണ്ണം കൂടുന്നുണ്ട്, രോഗികളുടെ എണ്ണവും കൂടുന്നുണ്ട്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ്. ഏറ്റവും വലിയ ബിസിനസ് ഇപ്പം ഇതാണ്, ആശുപത്രി ബിസിനസ്സാണ്. തടഞ്ഞു വീണ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കായി. ഇപ്പോൾ ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റായി പുറത്തേക്ക് വരുമ്പോൾ വീട് പണയമായിട്ടുണ്ടാവും, എല്ലാ സമാധാനവും പോയിട്ടുണ്ടാവും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ അതിനെ ഇവിടെ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ഇത്രയൊന്നും പെടാപ്പാട് പെടേണ്ടതില്ല എന്ന് കാണിച്ചു തരാനാണ് അവധൂതന്മാരുടെ ഈ ചര്യ. ഇത്രയൊന്നും നമ്മളെ കൊണ്ടായില്ലെങ്കിലും ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ച് സിമ്പിളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, ആവശ്യങ്ങൾ ചുരുക്കുക, ജീവിതം ലളിതമാക്കുക. അതാണ് ഇതിന്റെ സന്ദേശം. ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം. അങ്ങനെ ഈ ചര്യകളെ ചിരം ചരന് പരം സ്വരൂപം ആപ്യ, ആ പരമമായ സ്വരൂപത്തെ പ്രാപിച്ചിട്ട് ആത്മസ്വരൂപത്തിൽ നിഷ്ഠ വന്നിട്ട് ദവാഹൃതാംഗ കുടകാചലേത്വം. അവസാനം ഈ ഋഷഭദേവൻ കുടകാചലത്തിൽ ദവാഹൃത അംഗ, തന്റെ അംഗം, തന്റെ ശരീരത്തെ ദവത്തിൽ ആഹൃതം സമർപ്പിച്ചു എന്ന് പറഞ്ഞാല് കാട്ടുതീയിലേക്ക് സ്വയം നടന്നുപോയി, കാട്ടുതീയിലേക്ക് കയറി. ഈ കർണാടകയിലെ കുടകദേശത്ത് അദ്ദേഹം
അവധൂതനായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അവസാനം കുടകദേശത്ത് വന്നതായിട്ടുള്ള സമയത്ത് അവിടെ ഒരു കാട്ടുതീ കണ്ടു. മുളകൾ കൂട്ടി ഉറഞ്ഞ് കാട്ടിൽ തീ പിടിച്ചതായിട്ടുള്ള സന്ദർഭത്തില് കാട്ടുതീ കത്തുന്നത് കണ്ടപ്പോ തന്റെ ശരീരത്തിന്റെ ആവശ്യം കഴിഞ്ഞു, ഈ പ്രാരബ്ധം കഴിഞ്ഞു, ഇനി ഈ ശരീരം ഉപേക്ഷിക്കുകയാണ് എന്ന് നമ്മൾ കീറിയ വസ്ത്രം ഉപേക്ഷിക്കുന്ന ലാഘവത്തോടെ അദ്ദേഹം ഈ ശരീരത്തെ ആ കാട്ടുതീയിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ കയറിപ്പോയി. അതാണ് കുടകാജലേ ദവാഹൃത അംഗഹ, കാട്ടുതീയിൽ ദഹിക്കപ്പെട്ട അംഗത്തോടു കൂടിയവനായി ആ കുടകാജലത്തിൽ ത്വം. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ത്വം താപാൻ മമ അപാഗുരു വാതനാഥ, വാതനാഥ വാതാലയനാഥ, ഗുരുവായൂരപ്പ മമ താപാൻ അപാഗുരു, എന്റെ ദുഃഖങ്ങളെ നീക്കിത്തരൂ, അകറ്റിത്തരൂ. അപ്പൊ എന്റെ ദുഃഖത്തിന്റെ കാരണമൊക്കെ ദേഹാഭിമാനം തന്നെയാണ്. അപ്പൊ എന്റെ ദേഹാഭിമാനത്തെ നീക്കി എനിക്ക് ആത്മജ്ഞാനം നൽകി എനിക്ക് എന്റെ ദുഃഖങ്ങളെ എന്നേക്കുമായി നീക്കിത്തരൂ എന്നും കൂടി അതിന്റെ ലക്ഷ്യാർത്ഥം. തൽക്കാലം എന്റെ വാദരോഗത്തെ ശമിപ്പിച്ച് രോഗപീഠകളിൽ നിന്ന് എനിക്ക് മുക്തി നൽകിയാലും എന്റെ ദുഃഖങ്ങളെ നീക്കിയാലും എന്ന് തൽക്കാലത്തെ അപേക്ഷ. ഈ വാദം മാറ്റിയാൽ വേറൊരു വാദമോ വേറെ ഏതെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരാൻ പിന്നീട്. അപ്പൊ പിന്നെ അതിനും പോയി പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും ഒക്കെ ഇതിനെ ലക്ഷ്യാർത്ഥത്തിലെടുത്താൽ എന്റെ എല്ലാ താപങ്ങളെയും എന്നേക്കുമായി നീക്കിത്തന്നാലും എന്റെ സംസാര ദുരിതങ്ങളെ മുഴുവൻ നീക്കിത്തന്നാലും അതിനായിക്കൊണ്ട് എനിക്ക് ഈ ഋഷഭദേവനെ പോലെ ആത്മജ്ഞാനം നൽകി അനുഗ്രഹിച്ചാലും അദ്ദേഹത്തെ പോലെ ദേഹ അഭിമാനമില്ലാതെയാക്കിയാലും അദ്ദേഹം എങ്ങനെയാണോ തന്റെ ദേഹത്തെ കാട്ടുതീയിലൊരു വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിച്ചത്, അതുപോലെ എനിക്ക് ഈ ശരീരത്തോടുള്ള ബന്ധം, എനിക്ക് ആ ബന്ധത്തെ വിച്ഛേദിക്കാൻ കഴിയണം, ആ ബന്ധമില്ലാതെ നിസ്സംഗനായിരിക്കാൻ കഴിയണം. അതാണ് ഇവിടുത്തെ ആത്യന്തികമായിട്ടുള്ള പ്രാർത്ഥന. ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃതാംഗക്കുടകാജലേ ത്വം താപാൻ മമാപാകുരുവാദനാദ, താപാൻ മമാപാകുരുവാദനാദ. ഇങ്ങനെ ഋഷഭചരിതം മേൽപ്പത്തൂര് പറഞ്ഞു ചുരുക്കി അവതരിപ്പിച്ചു. ആ ഋഷഭചരിതത്തില് ആ ഋഷഭദേവന്റെ ഉപദേശങ്ങള് തന്റെ മക്കളെ 100 പേരെയും മുൻനിർത്തിക്കൊണ്ട് ഉപദേശിച്ചത് ശ്രീമദ് ഭാഗവതം ഒരധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 27 ശ്ലോകങ്ങളെ കൊണ്ട് അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യജന്മം ഈ നിസ്സാരമായിട്ടുള്ള ഭോഗങ്ങൾക്കുള്ളതല്ല. നിസ്സാരമായിട്ടുള്ള ഭോഗങ്ങള് ഏത് ജന്മത്തിലും കിട്ടും. കൃമിജന്മത്തിലും എഴുതായി വരുമീ വിഷയസുഖം വദ നാരായണ ജയ എന്ന് എഴുത്തച്ഛൻ എഴുതിയത് ഈ അടിസ്ഥാനത്തിലാണ്. കൃമികൾക്കും പന്നികൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും ലഭിക്കുന്നത് തന്നെയാണ് ആഹാര, നിദ്ര, ഭയമൈഥുനം, ഈ 4 കാര്യങ്ങൾ. ഇതിനു വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ജീവിതം. ഈ മനുഷ്യ ജീവിതം ഇതുകൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, പരമമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ഈ ശരീരത്തെ വിനിയോഗിക്കണം. അതല്ലാതെ മറ്റു ജന്തുക്കളൊക്കെ അനുഭവിക്കുന്ന അതേ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഇത്രയും വിശിഷ്ടമായിട്ടുള്ള ഈ മനുഷ്യജന്മത്തെ ഉപയോഗിക്കുന്നവൻ ഏറ്റവും മൂഢനാണ്, നിന്ദ്യനാണ് എന്നാണ് ആദ്യ ഭാഗം പറയുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശത്തില്. അതിനുവേണ്ടിയല്ല ശ്രമിക്കേണ്ടത് മക്കളെ, വിഷയസുഖങ്ങളുടെ പുറകെ മക്കള് പോകരുത് കേട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാഗത്തെ ഉപദേശം. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രഗായേന സത്വം ശുദ്ധ്യേത്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്ദം. ഈ നൃലോകത്തിൽ ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹതേ.
ഏ വിഡ്ഭുജാം, വിഡ്ബുക്കുകൾ എന്ന് പറഞ്ഞാൽ മലം തീനികൾ, മലം തിന്ന് ജീവിക്കുന്ന കൃമികളോ പന്നികളോ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങളായ വൃത്തികെട്ട കാമങ്ങളെ, വിഷയങ്ങളെ ഈ ദേഹം അർഹിക്കുന്നില്ല. ഈ മനുഷ്യദേഹം കൊണ്ട് അതിനല്ല പ്രയത്നിക്കേണ്ടത്. ഈ ദേഹം കൊണ്ട് ഏന സത്വം ശുദ്ധിയത്, ഏതൊന്നുകൊണ്ട് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുമോ, ഏതൊന്നുകൊണ്ട് എന്നിട്ട് ബ്രഹ്മസൗഖ്യം തു അനന്തം, അനന്തമായ ബ്രഹ്മസൗഖ്യം നേടാൻ പറ്റുമോ, അതിനുള്ളതാണ് ഈ ശരീരം. അപ്പൊ ഈ ശരീരം കൊണ്ട് ദിവ്യമായ തപസ്സാണ് പുത്രന്മാരെ ചെയ്യേണ്ടത്. തപസ് എന്ന് പറഞ്ഞാൽ അവനവന്റെ ധർമാനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണ ശുദ്ധി നേടി ആത്മജ്ഞാനത്തിനുള്ള എല്ലാ പ്രയത്നവും തപസ്സാണ്. ആത്മജ്ഞാനം നേടാനുള്ളതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തപസ്സാണ്. അതിനെ ഉറപ്പിക്കാനുള്ളതായിട്ടുള്ള പരിശ്രമം, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ അതിന്റെ പാട്ടില് അഴിച്ചുവിടാതെ തെരുവ് നായ്ക്കളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് ശീലിച്ചവയാണ് ഇന്ദ്രിയങ്ങളൊക്കെ. ജന്മജന്മാന്തരങ്ങളായി ആ സ്വഭാവമാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് ആ ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുന്നതിനെ തന്നെയാണ് തപസ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ അതിന്റെ ഇഷ്ടത്തിന് വിടാതെ തപിപ്പിക്കുമ്പോൾ, കഷ്ടപ്പെടുത്തുമ്പോൾ, ചെറുതായിട്ട് ഇന്ദ്രിയങ്ങളെ അതിന്റെ ഇഷ്ടത്തിന് വിട്ടാൽ അതിന് സന്തോഷം, പ്ലഷർ. കണ്ണിനെയും കാതിനെയും മൂക്കിനെയും ഒക്കെ തുറന്നു വിട്ടാൽ, അഴിച്ചു വിട്ടാൽ, ഇഷ്ടം പോലെ വിഷയങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു വിട്ടാൽ ആ ഇന്ദ്രിയങ്ങൾക്ക് സുഖം. അതിനെ അതിൽ നിന്ന് പിടിച്ചു വെച്ചാൽ, പിന്തിരിപ്പിച്ചാൽ അതിന് തപസ്, അതിന് താപം. അത് അടങ്ങുന്നില്ല. അയ്യോ എനിക്ക് തപിക്കുന്നു, എനിക്ക് തപിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് തപസ്. ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതിന് ഇഷ്ടം പോലെ മേയാൻ അനുവദിക്കാതെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന രീതിയിൽ സ്വധർമാനുഷ്ഠാനം ചെയ്ത് സദാചാരത്തോടുകൂടി ജീവിച്ച് അന്ധക്കരണ ശുദ്ധി നേടുക. അതുകൊണ്ട് അനന്തമായ ബ്രഹ്മസൗഖ്യത്തെ പ്രാപിക്കാം. അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള വിഷയ സൗഖ്യങ്ങൾക്ക് നമ്മൾ അടിമയായി പോകും. എപ്പോഴും ഈ വിഷയ സൗഖ്യങ്ങളുടെ പുറകെ പോയി ആ നിസ്സാര സുഖങ്ങൾ തന്നെ നമുക്ക് മതി എന്നാകും. വേറെ അനന്തമായിട്ടുള്ള സൗഖ്യം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനുള്ള വഴി എന്താണ്? ഈ നമ്മളെ ആധ്യാത്മിക മാർഗത്തിൽ പിടിച്ചു നിർത്താനുള്ളതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി സത്സംഗമാണ്. അതാണ് അടുത്ത ശ്ലോകം പറഞ്ഞത്. മഹൽ സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗി സംഗം മഹാന്തസ്തേ സമചിത്ത പ്രശാന്താ വിമന്യവ സുഹൃദ സാധവോയേ. മഹൽ സേവാം വിമുക്തേഹേ ദ്വാരം ആഹുഹു. മഹത്തുക്കളെ സേവിക്കുന്നതാണ് മോക്ഷത്തിലേക്കുള്ള കവാടം, മോക്ഷത്തിലേക്കുള്ള ദ്വാരം, മാർഗം. അത് മഹൽ സേവയാകുന്നു. എന്നാൽ തമോദ്വാരം, തമോദ്വാരം എന്നാൽ നരകത്തിലേക്കുള്ള കവാടം. രണ്ട് കവാടങ്ങളുണ്ട്. വിമുക്തേഹേ ദ്വാരം, തമോദ്വാരം, നരക കവാടം. ഏത് കവാടത്തിലേക്ക് പോകണം? ആ കവാടത്തിന്റെ കാവൽക്കാരെ ഞങ്ങളെ ചർച്ച ചെയ്യാനുണ്ടാവുള്ളൂ. വിഷയ വിചാരങ്ങൾ അവര് നമുക്ക് പങ്കുവെക്കും. സ്ത്രീ സുഖത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിനെ അവര് ആ വിഷയത്തിലേക്ക് ആകർഷിക്കും. ആ വഴിക്ക് പോയാലോ നരക കവാടം അതിവിദൂരമല്ല. തമോദ്വാരം യോഷിതാം സംഗി സംഘം. യോഷിത്തുക്കൾ എന്നാൽ സ്ത്രീകൾ, അവരോട് സംഘമുള്ളവർ. യോഷിത് സംഗി, അവരോടുള്ള സംഘം, വിഷയലമ്പടന്മാരോടുള്ള സംഘം, ദുരാത്മാക്കളോടുള്ളതായിട്ടുള്ള സംഘം നമ്മളെ നരകത്തിലേക്ക് നയിക്കും. ആരാണ് മഹാത്മാക്കൾ? ആരാണോ സമചിത്താഹ, ചിത്തം എപ്പോഴും സമാവസ്ഥയിലും, പ്രശാന്താഹ, ശാന്തരായിരിക്കുന്നത്, വിമന്യവഹ, കോപമില്ലാതിരിക്കുന്നവര്, സുഹൃദഹ, എല്ലാവരുടെയും വെൽവിഷേഴ്സ് ആയിരിക്കുന്നത്, സാധവോയെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരാരാണോ അവരാണ് മഹാത്മാക്കൾ.
യേവാ മയീശേ കൃത സൗഹൃദാർത്ഥ ജനേഷു ദേഹംബര വാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. ആ സജ്ജനങ്ങളെ ഒന്നുകൂടെ പറഞ്ഞു തരാണ്. ഈശേ മയി കൃത സൗഹൃദാർത്ഥാഹ. ആ മഹാത്മാക്കൾ ഈശനായ എന്നിൽ സൗഹൃദവും അർത്ഥവും ചെയ്തവരാണ്. എന്നുവെച്ചാൽ അവരുടെ സർവസ്വവും ഞാനാണെന്ന് കരുതി അവർ എന്നോട് ചേർന്നിരിക്കുന്നു. എന്നോടാണ് അവർക്ക് സൗഹൃദം, ഞാനാണ് അവർക്ക് അർത്ഥം, അവരുടെ ധനം ഞാനാണ്, അവർക്ക് മൂല്യമുള്ള വസ്തു ഞാനാണ്. ബാക്കി ലോകത്തിൽ ഒരു വസ്തുവിനോടും ദേഹംബരവാർത്തികേഷു ജനേഷു, ദേഹത്തെ ഭരിക്കുവാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൂഢജനങ്ങളിൽ, ദേഹാഭിമാനികളായ ജനങ്ങളിൽ, അതുപോലെ ഗൃഹങ്ങളിൽ ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, ധനം മുതലായവരിലും ന പ്രീതിയുക്താഹ, ഈ സജ്ജനങ്ങൾ അതിലൊന്നും താല്പര്യമുള്ളവരല്ല. യാവദർത്ഥാശ്ച ലോകേ, ഈ ലോകത്തില് എത്രമാത്രമോ പ്രയോജനം അത്രമാത്രമേ അവർക്ക് ബന്ധമുള്ളൂ. ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവരിൽ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുന്നു. അതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. ആവശ്യത്തിന് എന്ത് ആവശ്യമുണ്ടോ അത് മാത്രം എടുക്കുക. ഈ ലോകത്ത് നിന്ന് ഈ ശരീരം നിലനിൽക്കുന്നത് വരെ ആഹാരം വേണം, വെള്ളം വേണം, വായു വേണം, അത്യാവശ്യത്തിന് ശീതമുഷ്ണം അല്ലെ, അങ്ങനെയുള്ള കാലാവസ്ഥയിൽ നിന്നൊക്കെ ശരീരത്തെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം, വസ്ത്രം മുതലായത് വേണം. അത് അത്യാവശ്യം. അപ്പൊ അത്യാവശ്യമായത് മാത്രം എന്നാണ്. അതാണ് യാവദർത്ഥാശ്ച ലോകേ. എത്രമാത്രം പ്രയോജനമുള്ളതുണ്ടോ അത്രമാത്രം. നമ്മൾ കൂടുതലായിട്ട് സമ്പാദിക്കുന്നതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നൊന്നുമല്ല, നമുക്ക് ചുമക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾക്ക് ഭാരം ചുമക്കലാണ് നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നതൊക്കെ. ഒന്നും അനുഭവിക്കാനൊന്നും നമുക്ക് സാധിക്കാറില്ല. നാളെ അനുഭവിക്കാം, മറ്റന്നാൾ അനുഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ അത് ഒരു വലിയ ഭാരമായിട്ട് നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാവൽക്കാരായിട്ട് പട്ടികളെ പോലെ ഇരിക്കുക. നമ്മൾ സമ്പാദിച്ചു വെച്ചതൊക്കെ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് നമുക്ക്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ആരും കട്ടുകൊണ്ട് പോകരുത്, ആരും നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകരുത്. അപ്പൊ എപ്പോഴും അതിനെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ആദിയാണ്. വാസ്തവത്തിൽ ആവശ്യത്തിനുള്ളത് മാത്രം ഈ ലോകത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ഭാരവും ചുമക്കാതെ, ഒരു വറിയുമില്ലാതെ, ഒരു കെട്ടുപാടുകളുമില്ലാതെ സുഖമായിട്ട് നമുക്ക് ഇരിക്കാം, സ്വസ്ഥരായിരിക്കാം. അപ്പൊ ഇവിടെ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഈ ലോകത്തുനിന്ന് എടുക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നത്. യാവദർത്ഥാശ്ച ലോകേ, എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രം കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തില് ജന്മജന്മാന്തരങ്ങളായി ഇതുപോലെ വിഷയവാസനകളെ ആർജിച്ചിട്ടാണ് നമ്മുടെ മക്കളും ഒക്കെ വരുന്നത്, നമ്മളും വന്നത്, നമ്മുടെ മക്കളും വരുന്നത്. അപ്പൊ അവരെ വീണ്ടും വീണ്ടും ഈ വിഷയവാസനകൾ വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളിലേക്ക് തള്ളിവിടാൻ പാടുള്ളവരല്ല വിവരമുള്ളവരാരും. അതുകൊണ്ട് ഗുരുക്കന്മാർ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ ഈ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തരാക്കാൻ ശ്രമിക്കണം. അച്ഛനമ്മമാർ തങ്ങളുടെ മക്കളെ ഈ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ വീണ്ടും വീണ്ടും അവരെ സംസാരികളാക്കുകയല്ല വേണ്ടത്. അല്ലെ, നമ്മളെന്താ ചെയ്യണത്? നമ്മൾ കല്യാണം കഴിച്ചു, പെട്ടുപോയി, മക്കളെയും കല്യാണം കഴിപ്പിക്കുക. നമ്മൾ കുട്ടികളെ ജനിപ്പിച്ചു, ഭാരം ചുമന്നു, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു, നമ്മുടെ മക്കളും അത് തന്നെ അനുഭവിക്കണം. ഇങ്ങനെ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുവോ അതൊക്കെ തന്നെയാ കുട്ടികളുടെ തലയിലും നമ്മൾ കെട്ടിവെക്കുന്നത്. മക്കള് കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് സ്വൈര്യമില്ല. അവര് പറയണു ഞങ്ങൾക്ക് കല്യാണമൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യും കാലൊന്നും കെട്ടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സ്വതന്ത്രരായി സന്തോഷമായിട്ടിരിക്കട്ടെ. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെ ചെളിക്കുണ്ടിൽ വീണു അതേ ചെളിക്കുണ്ടിലൊക്കെ മക്കളെയും വീഴ്ത്തും. നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ അവർക്കും അനുഭവിക്കണം. മക്കള് കല്യാണം കഴിക്കുന്നില്ല, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കണു,
സന്യാസിമാരുടെ പുറകെ പോണു എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് ഇരിക്കപ്പുറത്തില്ല. അവിടെ കുടുംബത്തിൽ കലഹമാണ്. ഭാര്യ ആധ്യാത്മിക കാര്യങ്ങളിൽ തലയിടുന്നു കണ്ട ഭർത്താവിന് സ്വൈര്യമില്ലാതായി. ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കാൻ തുടങ്ങും. ഭർത്താവ് ആധ്യാത്മിക കാര്യത്തിൽ പോകുമ്പോൾ ഭാര്യ പുറകിൽ നിന്ന് വിളിക്കും. പേടി തുടങ്ങി. അയ്യോ, ഇയാള് നമ്മളെ വിട്ടു പോകുമെന്ന് പേടി അല്ലേ? ഇങ്ങനെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോ നമ്മൾ സമ്മതിക്കില്ല. പലരും പരസ്പരം ഈ ഞണ്ടുകള് പിടിച്ചു വലിച്ച് കരകയറാൻ അനുവദിക്കാത്തതുപോലെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ പിടിച്ച് ഉള്ളിലേക്ക് തന്നെ വലിച്ചിടും. രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ അജ്ഞാനം എത്ര കാലത്തോളം നമുക്ക് നിലനിൽക്കുന്നുവോ അത്ര കാലത്തോളം നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്ദ്യമായിട്ടുള്ളതായിരിക്കും. ഈ നിസ്സാര കാര്യങ്ങളിൽ കരയാനുള്ളതായിരിക്കും. നമ്മൾ ചെറുതായി കൊണ്ടേയിരിക്കും, ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതല്ല ജീവിതം. ഇതിൽ നിന്ന് കരകയറാനുള്ളതാണ് ജീവിതം. അതിനുവേണ്ടി ഓരോരുത്തരും സ്വയം പരിശ്രമിക്കുകയും തന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ ആ വഴിക്ക് പ്രേരിപ്പിക്കുകയും വേണം. അപ്പൊ നമ്മുടെ മക്കളെ കർമ്മത്തിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്, കർമ്മകാണ്ഡങ്ങളിലേക്ക്, കർമ്മ പരമ്പരകളിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് വേണ്ടത്. നിവൃത്തിയിലേക്കാണ് അവരെ പ്രേരിപ്പിക്കേണ്ടത്, പ്രവൃത്തിയിലേക്കല്ല എന്ന് ഋഷഭദേവൻ. ഇപ്പൊ ഒരു കണ്ണുപൊട്ടൻ തെറ്റായ വഴിയിലൂടെ പോകുന്നു, അയാൾ വലിയൊരു കുഴിയിലേക്ക് പതിക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ കണ്ണ് കാണുന്നവർ എന്ത് ചെയ്യണം? അയാളെ അതിൽ നിന്ന് തടഞ്ഞ് നേരായ വഴിയിലേക്ക് നയിക്കണം. അല്ലാതെ അയാളെ പോകുന്ന വഴി ശരി തന്നെയാണ് കേട്ടോ, പൊക്കോളൂ എന്ന് പറഞ്ഞ അയാളെ കുഴിയിൽ തള്ളിയിടരുത്. അതുപോലെ ആവണം വിവരമുള്ളവർ, അച്ഛനമ്മമാർ, ഗുരുക്കന്മാർ എല്ലാവരും തന്നെ തങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന തങ്ങളുടെ കുട്ടികളെ, അതുപോലെയുള്ള തലമുറകളെ ഒക്കെ നേരായ വഴിക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കണം. ഇവിടെ പറയണം, കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് അവിദ്യായാമന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം സഗൃണക്കുബുദ്ധിം പ്രയോജയേതുൽപദകം യദാന്തം. ഉൽപദകം യഥാ അന്തം. അന്തൻ, കണ്ണു കാണാത്തവൻ. ഉൽപദകൻ എന്ന തെറ്റായ വഴിയിലേക്ക് പോകുന്നവൻ. ചെളിക്കുണ്ടിലേക്കോ പൊട്ടക്കിണറിലേക്കോ വീഴാൻ പോകുന്ന ഒരു കണ്ണുപൊട്ടനെ അതേ വഴിക്ക് തന്നെ കൊണ്ടുപോയി തള്ളുന്നത് പോലെയാണ് നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവരെ നേരായ വഴിക്ക് നയിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് പറയുന്നൂടെ, ഗുരുർ ന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാസ്യാത് ദൈവം ന തത്സ്യാത് ന പതിശ്ച സസ്യാത് നമോചയേദ്യ സമുപേദ മൃത്യും. ആരാണോ സമുപേദ മൃത്യും ന മോചയേത്, ആസന്നമായിരിക്കുന്ന മൃത്യുവിനെ, മരണത്തെ കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് മോചിപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ആശ്രിതരെ നമ്മൾ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ലെങ്കിൽ, ഈ മനുഷ്യ ശരീരം കിട്ടി അമരന്മാരാക്കി തീർക്കുന്നില്ലെങ്കിൽ, ഗുരുഹു ന സസ്യാത് സഹ ഗുരുഹു ന സ്യാത്, അവൻ ഗുരുവല്ല. തന്നെ ആശ്രയിച്ച ശിഷ്യന്മാരെ സംസാരത്തിൽ നിന്ന് കരകയറ്റിയില്ലെങ്കിൽ അയാൾ ഗുരുവല്ല. സ്വജനോ ന സസ്യാത്, അവൻ ബന്ധുവല്ല, സ്വജനമല്ല. പിതാന സസ്യാത്, അവൻ അച്ഛനല്ല. ജനനീന സാസ്യാത്, അവൾ അമ്മയല്ല. ദൈവം ന തത്സ്യാത്, അവൻ ഉപാസിക്കുന്ന ദൈവം അവനെ സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നില്ലെങ്കിൽ അത് ദൈവവുമല്ല. ന പതിശ്ച സസ്യാത്, പതിയുമല്ല. പതി എന്നാൽ ഭർത്താവ് എന്നും രക്ഷകൻ എന്നും ഒക്കെ അർത്ഥത്തില്. അപ്പൊ ഭർത്താവ് ഭർത്താവല്ല, ബന്ധു ബന്ധുവല്ല, ഗുരു ഗുരുവല്ല, അച്ഛൻ അച്ഛനല്ല, അമ്മ അമ്മയല്ല, ദൈവവുമല്ല. ആരാണോ തന്റെ ചുറ്റുമുള്ള ആളുകളെ, തന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ
ഈ മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കാത്തത്? അപ്പൊ നമ്മുടെയൊക്കെ കർത്തവ്യം എന്താണ്? നമ്മളും സ്വയം ഈ മൃത്യുവിൽ നിന്ന് കരകയറുക. ഈ ശരീരമാണ് മൃത്യു, ഈ ശരീരത്തിനുള്ളതാണ് മൃത്യു, ശരീരധർമ്മമാണ് മൃത്യു. അപ്പൊ ഈ ശരീരബോധത്തിൽ നിന്ന് കരകയറലാണ് മൃത്യുവിൽ നിന്നുള്ളതായിട്ട് കരകയറൽ. അപ്പൊ താനും സ്വയം കരകയറി തന്റെ ബന്ധുക്കളെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഉപദേശിച്ച് ഈ സന്മാർഗത്തിലേക്ക്, ഈ ശരീരാഭിമാനത്തിൽ നിന്ന് പുറത്തു കടത്തണം, ശരീരാഭിമാനത്തിൽ നിന്ന് പുറത്തു കടത്തണം, ആത്മബോധത്തിലേക്ക് ഉയർത്തണം. ഇതാണ് ഈ ഋഷഭദേവൻ ഉപദേശിച്ചതിന്റെ സാരസംഗ്രഹം. അതുകൊണ്ട് ശ്രേഷ്ഠരായ മഹാത്മാക്കളെ, ബ്രാഹ്മണരെ ഒക്കെ നിങ്ങൾ ബഹുമാനിക്കുവിൻ. അവരാണ് നിങ്ങൾക്ക് ഈ ഉപദേശങ്ങളൊക്കെ നൽകുക, ഈ സന്മാർഗം കാണിച്ചു തരിക എന്ന് പറഞ്ഞ മഹാത്മാക്കളുടെ മഹിമയെ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇവരോട് യാത്ര പോലും പറയാതെ അദ്ദേഹം ഉപദേശം കഴിഞ്ഞ പാട്ടിന് എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അവധൂതനായി പോകുന്നത്. അപ്പൊ എന്തുപദേശിച്ചുവോ അത് അദ്ദേഹം പ്രായോഗികമാക്കുകയാണ്. ഈ ശരീരത്തെ അഭിമാനപൂർവം ഞാനെന്ന് കരുതാതിരിക്കുക, ഇതിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയുസ്സും അർത്ഥവും എല്ലാം പാഴാക്കി കളയാതിരിക്കുക. ഈ മനുഷ്യജന്മം അത് ഈ ശരീരത്തെ പോഷിപ്പിക്കാനുള്ളതല്ല, അത് ആത്മജ്ഞാനം നേടാനുള്ളതാണ്, ആത്മജ്ഞാനം നേടി ആനന്ദിക്കാനുള്ളതാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ബാക്കി ജീവിതം, അഥവാ അവധൂത ജീവിതം. ആനന്ദത്തോടുകൂടി അവധൂതനായി അദ്ദേഹം സഞ്ചരിച്ചു. ഒന്നിനെയും ആശ്രയിക്കാതെ, ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ, ഒരു ദുഃഖവുമില്ലാതെ. അതാണ് ഋഷഭദേവന്റെ ചരിത്രം. അപ്പൊ അവധൂതചര്യ ലോകത്തിൽ പ്രചരിപ്പിക്കാനുള്ളതായിരുന്നു ഋഷഭാവതാരം. ആ ഋഷഭാവതാരത്തിന്റെ എന്താ പറയുക, അനുയായികൾ, പിൻഗാമികളാണ് ജൈന സമ്പ്രദായം സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ. ഈ ജൈന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. ഏറ്റവും മിനിമം ഭക്ഷണം, അതും ഏറ്റവും നല്ല വെജിറ്റേറിയൻ, ശുദ്ധമായിട്ടുള്ള സാത്വികമായിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം. അവരുടെ എല്ലാ പ്രവൃത്തികളിലും ചര്യകളിലും അഹിംസ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു ജീവിത രീതി. അതാണ് ജൈന സമ്പ്രദായം. ആ ജൈന സമ്പ്രദായത്തിലെ ആചാര്യൻ കൂടിയാണ് തീർത്ഥങ്കരന്മാരിൽ 24ാമത്തെ തീർത്ഥങ്കരൻ എന്നറിയപ്പെടുന്ന ഋഷഭദേവൻ. അപ്പൊ അവർക്കൊക്കെ ആചാര്യനായി തീരുന്ന ഒരു അവതാരമാണ് ഋഷഭാവതാരം. അങ്ങനെയുള്ള ഭഗവാന്റെ ഋഷഭ ചരിത്രം, ഋഷഭാവതാര ചരിത്രം ഭാഗവതം 3 അധ്യായങ്ങളിൽ പറഞ്ഞത്, 4, 5, 6 3 അധ്യായങ്ങളിൽ പറഞ്ഞത് ഇവിടെ ചുരുക്കി ഒരധ്യായത്തിൽ തന്നെ 6 ശ്ലോകങ്ങളാണ് വാസ്തവത്തിൽ. ബാക്കി 4 ശ്ലോകം നാഭിചരിതം ചുരുക്കി പറഞ്ഞത് മേൽപ്പത്തൂര്. നമ്മളതിനെ ഒന്ന് സാമാന്യമായിട്ട് കണ്ടു, വിസ്തരിച്ച് കണ്ടിട്ടില്ല. വിസ്തരിച്ച് കാണാൻ പോയാൽ ദിവസങ്ങളോളം എടുക്കും. ഇനി നമുക്ക് നാളെ അടുത്ത ചരിതം, അടുത്ത ഇതിൽ ദശകം 21 ഭൂഗോള വർണ്ണന, സപ്തദ്വീപുകളുടെയും ഈ ജംബൂദ്വീപത്തിലെ നവവർഷങ്ങളും അതുപോലെ തന്നെ ജ്യോതിർഗോളങ്ങൾ, നരകം മുതലായതിൻ്റെയൊക്കെ ചുരുക്ക വർണ്ണന നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ തൽക്കാലം സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം. നാരായണ. ഹരി ഓം. വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.